ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 3 ചാപ്റ്ററും ജോഗ്രഫിയുടെ ഒരു ഭാഗമായിട്ട് വരുന്ന ചാപ്റ്റേഴ്സാണ്. അവിടെ നമ്മൾ മൗണ്ടൻസിനെ പറ്റിയിട്ടും പ്ലെയിൻസിനെ പറ്റിയിട്ടും പ്ലേറ്റ്യൂസിനെ പറ്റിയിട്ടും ഒക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പറയുന്ന കാടും മലയും ഒക്കെ മാറിയിട്ട് നമ്മൾ നേരെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്ന ചാപ്റ്ററാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് നിങ്ങൾക്ക് ആ ക്ലാസ് കാണാം. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ നോട്ട് അവൈലബിൾ ആണ്. ആ നോട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. നോട്ട്സ് എന്ത് ചെയ്യാം, അയച്ചു തരാം. ഒരുപാട് പേര് നോട്ട്സ് അത്യാവശ്യം നല്ല യൂസ്ഫുള്ളാണെന്ന് പറഞ്ഞ് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിലൂടെ നമ്മൾ നേരിട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിലേക്ക് വരുന്ന രീതി ഒന്ന് പറയാൻ പോവുകയാണ്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമുക്കറിയാം, സാമ്പത്തിക ശാസ്ത്രം അല്ലേ. നമ്മൾ എക്കണോമിക്സിനകത്ത് സമ്പത്ത്, പൈസ, മണി അത് വരുന്നതിനെ പറ്റിയിട്ടും അത് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മനുഷ്യന്മാർക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലേ, ഒരുപാട് നീഡ്സ് ഉണ്ട്. ചിലപ്പോൾ അത് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വേണ്ടത് സേവനങ്ങളിൽ സർവീസ് ആയിരിക്കാം. അപ്പോൾ ഗുഡ്സ് ആയിക്കോട്ടെ സർവീസ് ആയിക്കോട്ടെ ചുമ്മാ ആരും നമുക്ക് തരില്ല. നമുക്ക് ഒരാളത് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങോട്ട് പൈസ കൊടുക്കണം. അപ്പോൾ പൈസയുടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഇനി ഇത് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാലും അത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലല്ലോ. ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് എന്ത് നടക്കുന്നത്, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ തന്നെ സിമ്പിളായിട്ട് പ്രൊഡക്ഷൻ എന്ന് പറയും. ഒരു വയൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു വയലിൽ നടക്കുന്ന പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഒരു ഫാക്ടറി നടക്കുന്ന പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആശുപത്രി, സ്കൂള്, മറ്റെന്തെങ്കിലും IT സ്ഥാപനങ്ങൾ, എവിടെ ആയാലും ഒരാൾക്ക് ആവശ്യമുള്ളൊരു സാധനം നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ ആ പറയുന്ന ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് ഒരു വില കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിനെല്ലാത്തിനെയും കൂടെ ചേർത്ത് നമുക്ക് എന്ത് വിളിക്കാം, എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, എക്കണോമിക് ആക്ടിവിറ്റി. സോ അപ്പോൾ എന്താണ് ഈ പറയുന്ന എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സർവീസ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഉൽപ്പാദിപ്പിക്കുന്ന സർവീസ് നമ്മൾ ആവശ്യക്കാരൻ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ വിൽക്കുന്നു, അല്ലെങ്കിൽ അയാളത് വാങ്ങുന്നു. പകരം നമുക്ക് എന്ത് തരുന്നു, അയാൾ പൈസ തരുന്നു. ഇനി ഈ പൈസ മൊത്തം നമുക്കാണോ? അല്ല. ഈ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല പല സ്റ്റേജുകളുണ്ടായിരിക്കും അല്ലേ. അതിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളുണ്ടായിരിക്കും. ആ സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ പൈസ ചിലവായിട്ടുണ്ടായിരിക്കും. അവിടെ വർക്കേഴ്സ് ഉണ്ടായിരിക്കും. ആ വർക്കേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം, ശമ്പളം കൊടുക്കണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത്. അപ്പോൾ ലോൺ തിരിച്ചടയ്ക്കണം, റെൻറ്റ് കൊടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. മുമ്പത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ പറ്റി പഠിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഉള്ളത്. ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലാൻഡ്, ഒന്ന് ലേബർ, ഒന്ന് ക്യാപിറ്റൽ, മറ്റൊന്ന് എൻ്റർപ്രണർഷിപ്പ്. ഓക്കെ, അപ്പോൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നോക്കിയാൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ പൈസ കൊടുക്കും. ഈ പൈസ കൊടുക്കാനുള്ള പൈസ നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയത്, നമ്മൾ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ജോലി ചെയ്യുക, അതിൻ്റെ ശമ്പളം വാങ്ങുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാടകയ്ക്ക് കൊടുക്കുക, അതിൻ്റെ റെൻറ്റ് വാങ്ങുക, അല്ലെങ്കിൽ നമ്മൾ പൈസ കടം കൊടുക്കുക, പലിശ വാങ്ങിക്കുക. ഈ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ പൈസ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നതും ആ പൈസ ഉപയോഗിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നു. അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത്, 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് ഉള്ളത്. ഏതൊക്കെയാണ് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രണർഷിപ്പ്. നമ്മൾ തന്നെ ഓൺട്രപ്രണർഷിപ്പ് എന്നും പറയാറുണ്ട്. ഞാൻ സിമ്പിളായിട്ട് എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നു. ഇത് ഓരോന്നും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ്, എന്താണ് ലാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന
എല്ലാ നാച്ചുറൽ റിസോഴ്സുകളെയും നമുക്ക് എന്ത് വിളിക്കാം? ലാൻഡ് എന്ന് പറയുന്ന കാറ്റഗറിക്കകത്ത് ഉൾപ്പെടുത്താം. സോയിൽ ആയിക്കോട്ടെ, വാട്ടർ ആയിക്കോട്ടെ, നമുക്ക് സിമ്പിളായിട്ട് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന എന്തും, അതൊരു മിനറൽസ് ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന വസ്തുക്കളാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അല്ലാതെ വെറുതെ സ്ഥലം എന്നൊരു മീനിങ് മാത്രമല്ല. ഇനി അങ്ങനെ ലാൻഡ് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന് ഉൾപ്പെടുത്തുമ്പോൾ ആ ലാൻഡ് കൊടുക്കുന്നതിന് പകരം നമുക്ക് എന്ത് കിട്ടും? റെൻറ്റ് കിട്ടും, അല്ലേ? വാടക കിട്ടും. ഇനി എന്താ ലേബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന, അതിപ്പോൾ ഫിസിക്കലായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിൽ ശരി, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ച് ഇൻ്റലക്ച്വലി ചെയ്യുന്ന ജോലിയായാലും ശരി, ആ ചെയ്യുന്ന എല്ലാ എഫേർട്ടുകളെയും നമുക്ക് എന്തിനകത്ത് ഉൾപ്പെടുത്താം? ലേബറിനകത്ത് ഉൾപ്പെടുത്താം. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്കകത്ത് മാനുവലായിട്ട് ചുമടെടുക്കുന്ന ആൾക്കാരും ഉണ്ടാവും, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നവരും ഉണ്ടാവും, അല്ലേ? ചുമടെടുക്കുന്ന ആൾക്കാർ അയാളുടെ ഫിസിക്കൽ എഫേർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾ അയാൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ, അയാൾ എന്താണ് ബുദ്ധി, അല്ലെ, ഇൻ്റലക്ച്വലായിട്ടുള്ള കാര്യമായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടായാലും മാസം അവസാനം അയാൾക്ക് എന്ത് കിട്ടും? അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം എന്ത് കിട്ടും? വേജ്, അല്ലെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ സാലറി എന്നും പറയാം. ഓക്കെ വേജ് അല്ലെങ്കിൽ സാലറി കിട്ടുമെന്ന് പറയാം. മാസത്തിൽ ഒരുമിച്ച് കിട്ടിയ സാലറിയും ദിവസം കിട്ടുന്നതിന് നമുക്ക് കൂലി അല്ലെങ്കിൽ വേജ് എന്ന് പറയാം. ഇനി മൂന്നാമത്തെ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ മനുഷ്യനിർമ്മിത റിസോഴ്സുകളെയും നമുക്ക് ക്യാപിറ്റൽ എന്ന് വിളിക്കാം. അതായത് ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ വിളിക്കാം. ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ പറയാത്തതുകൊണ്ട് നമ്മൾ പറയുന്നില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ ആദ്യം കുറേ മെഷീനും ബിൽഡിങ്ങും ഒക്കെ വാങ്ങിച്ച് വയ്ക്കുന്നു, അത് ഫിക്സഡ് ക്യാപിറ്റൽ. ദിവസം നമുക്ക് ഇതിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ ഓരോ ദിവസവും കമ്പനി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് റോ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, അല്ലേ? കറണ്ട് ബില്ലടയ്ക്കേണ്ടി വരും, ഫോൺ ബില്ലടയ്ക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം എന്താണ്? അതെല്ലാം ഒന്ന് ആലോചിച്ച് നോക്കി. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള പ്രൊഡക്ഷനെ സഹായിക്കുന്ന, എയ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ പ്രൊഡക്ഷനെ സഹായിക്കുന്ന എല്ലാ വസ്തുക്കളെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ക്യാപിറ്റൽ നമ്മൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതിനൊരു ഇൻട്രസ്റ്റ് തിരിച്ച് കിട്ടും. പലിശ ദിനത്തിൽ നമുക്ക് ആ പൈസ തിരിച്ച് കിട്ടും. അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലാഭമായിട്ട് വരും. ഇനി എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഈ പറഞ്ഞ ലാൻഡും ലേബറും ക്യാപിറ്റലും ഇത് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ അത് ഒരാളൊരു സ്കില്ലുണ്ടാവണം, അല്ലേ? അതൊരാളായിരിക്കുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കുക. അതിനെ എല്ലാത്തിനെയും കൂടി ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സംരംഭകൻ അല്ലെങ്കിൽ എൻ്റർപ്രണർ എന്ന് വിളിക്കുന്നത്. അത് എൻ്റർപ്രണർഷിപ്പ് ഈസ് ദ പ്രോസസ് ഓഫ് കമ്പൈനിങ് ലാൻഡ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ അപ്രോപ്രിയേറ്റ്ലി ടു മേക്ക് പ്രൊഡക്ഷൻ പോസിബിൾ. കാരണം അത് ചില്ലറ കാര്യമല്ല. ഈ പറയുന്ന ആളാണ് സത്യത്തിൽ ഈ പറയുന്ന പ്രൊഡക്ഷൻ്റെ ഉടമ എന്ന് പറയുന്നത്. അയാൾക്ക് എന്ത് കിട്ടും? ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടും. എങ്ങനെ പ്രോഫിറ്റ് കിട്ടുന്നത്? നമ്മൾ ഉൽപ്പാദിപ്പിച്ച് കടയിൽ വിൽക്കുന്ന ഒരു സാധനത്തിനൊരു ഫിക്സഡ് പ്രൈസ് ഉണ്ടാവും, അല്ലേ? ഈ ഫിക്സഡ് പ്രൈസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമ്മൾക്ക് ചിലവായ പൈസയേക്കാൾ കൂടിയ വിലയിലായിരിക്കും നമ്മൾ ഈ സാധനത്തിൻ്റെ ഫിക്സഡ് പ്രൈസ്. നമ്മൾ സിമ്പിളായിട്ട് MRP എന്ന് പറയും, അല്ലേ? മാക്സിമം റീറ്റെയിൽ പ്രൈസ് നമ്മൾ നിശ്ചയിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? നമുക്കൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ 5 രൂപ ചിലവായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു 2 രൂപ ലാഭം വേണമെങ്കിൽ ഞാൻ 7 രൂപയ്ക്കായിരിക്കും അത് എന്ത് ചെയ്യുന്നത്? വിൽക്കുന്നത്. അങ്ങനെ ഈ പ്രൊഡ്യൂസർ എന്ത് ചെയ്യും? ഒരു ഫിക്സഡ് പ്രൈസ് കൊടുക്കും. ആ ഫിക്സഡ് പ്രൈസ് കൊടുക്കുന്ന സാധനം ഈ പറയുന്ന ആവശ്യമുള്ള ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്യും? വാങ്ങുമ്പോൾ പൈസ കിട്ടും. ആ കിട്ടുന്ന പൈസയിൽ നിന്ന് അയാളുടെ ലാഭം എടുത്തിട്ട് ബാക്കി റെൻ്റായിട്ടും വേജായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യും? ഇയാൾ തിരിച്ച് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ തന്നെ കൊടുക്കും. ഇനി ഇത് വാങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അവർ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങും. ഇങ്ങനെ ഇതൊരു സൈക്ലിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മൾ എന്ത് വിളിച്ചത്? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പാരഗ്രാഫ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്തേക്കുന്നത്? ഡിസ്കസ് ചെയ്തേക്കുന്നത്. നോട്ട് വെച്ച് പഠിക്കുന്നതായിരിക്കും കുറച്ച് നല്ലത്. അപ്പോൾ പ്രൊഡ്യൂസർ എന്ത് ചെയ്യുന്നു? ഒരു ഫിക്സഡ് പ്രൈസ് വാങ്ങുന്നു. ആ പ്രൈസിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ പ്രോഡക്റ്റ് വിൽക്കുന്നു. അങ്ങനെ പറ്റുന്നു. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുന്ന രീതി എങ്ങനെയാണ്? നമ്മൾ പോകുന്നു, കടയിൽ പോകുന്നു, നമ്മൾ പൈസ, അല്ലെ കറൻസി നോട്ട് കൊടുക്കും, അല്ലെ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ച് വാങ്ങിക്കും. എന്നാൽ പണ്ട് മുതലേ ഇതായിരുന്നില്ല അവസ്ഥ. പണ്ട് കാലത്ത് നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചിരുന്ന സിസ്റ്റം ഉണ്ട്. അതിൻ്റെ പേര് ബാർട്ടർ സിസ്റ്റം എന്നാണ്. എന്താണ് ബാർട്ടർ സിസ്റ്റം? അല്ലെങ്കിൽ ബാർട്ടർ സമ്പ്രദായം എന്ന് പറയും. സംഭവം സിമ്പിളാണ്. നമ്മളൊരു സാധനം വാങ്ങണം. അപ്പോൾ നമുക്ക് സാധനം വാങ്ങാനായിട്ട് അന്ന് പൈസ എന്ന് പറയുന്നൊരു സാധനമില്ല. പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാധനത്തിന് പകരം മറ്റൊരു സാധനം കൊടുക്കും. എനിക്ക് ചക്ക വേണോ? എൻ്റെ കയ്യിൽ തേങ്ങയുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള തേങ്ങ കൊടുത്തിട്ട് എന്ത് ചെയ്യും? ഒരാളിൽ നിന്ന് ചക്ക വാങ്ങിക്കും. അല്ലെ എനിക്കിപ്പോൾ അരി വാങ്ങണം. എൻ്റെ കയ്യിൽ അരിയില്ല, എൻ്റെ പഞ്ചസാരയുണ്ട്. ഞാൻ പഞ്ചസാര കൊടുത്തിട്ട് മറ്റൊരാളുള്ള അരി എന്ത് ചെയ്യും? ഞാൻ വാങ്ങും. അപ്പോൾ ഒരു കൊമോഡിറ്റി അല്ലെങ്കിൽ ഒരു ഗുഡ്സിന് പകരം മറ്റൊരു ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബാർട്ടർ സമ്പ്രദായം എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന എക്കണോമിക്സിനകത്ത് ഒരു അടിസ്ഥാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ ഒരു സമ്പ്രദായം നമുക്ക് തന്നെ അറിയാം ഇത് അത്രയ്ക്ക് ഇന്നത്തെ കാലത്ത് പ്രാക്ടിക്കലായിട്ടുള്ളതൊന്നല്ല. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പറയുന്ന ബാർട്ടർ സമ്പ്രദായത്തിന് പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജുകളെന്ന്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു 3 ഡിസഡ്വാൻറ്റേജ് പറയാം. ഒന്ന്, ഡിഫിക്കൽട്ടി ഇൻ ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് ഗുഡ്സ്. അല്ലേ, ഒരു സാധനത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ,
എൻ്റെ കയ്യിലുള്ളത് ഒരു ചക്കയാണ്. ഓക്കെ, എൻ്റെ കയ്യിലുള്ളത് എന്താണ്? ചക്ക. എനിക്ക് വേണ്ടത് മാങ്ങയാണ്. ഓക്കെ ഓക്കെ മാങ്ങ എനിക്ക് ഇത് മാണ്ടാന്ന് തോന്നില്ലേ, മാങ്ങയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ ഉള്ള ചക്ക വലിയ ചക്ക, എനിക്ക് വാങ്ങാനുള്ളത് മാങ്ങ. ഞാൻ ഈ ചക്ക കൊടുക്കുമ്പോൾ ഇയാൾ എനിക്ക് എത്ര മാങ്ങ തരും? ഈ ചക്കയുടെ വലിപ്പത്തിനനുസരിച്ച് തരുമോ, അതോ ചക്കയുടെ ഗുണത്തിനനുസരിച്ച് തരുമോ? ബുദ്ധിമുട്ടാണ് അല്ലേ? ഇതുപോലെ ഇത് ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതുപോലെ നമുക്ക് എന്ത് സാധനം വാങ്ങുമ്പോഴും നമ്മൾ കൊടുക്കുന്ന സാധനവും നമുക്ക് വേണ്ട സാധനത്തിന് ഒരു വില എന്ന് പറയുന്ന സാധനം നിശ്ചയിക്കുക എന്ന് വെച്ചാൽ അത് പോസിബിൾ അല്ല. ഇനി ലാക്ക് ഓഫ് ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരാൾക്ക് ചക്ക കൊടുത്തിട്ട് മാങ്ങ വാങ്ങണമെങ്കിൽ അയാൾക്ക് ചക്ക വേണമെങ്കിൽ അയാൾ എന്ത് ചെയ്യുള്ളൂ? എൻ്റെ കയ്യിൽ ചക്ക വാങ്ങുകയുള്ളൂ. അയാൾക്കതിപ്പോൾ വേണ്ടെങ്കിലോ എനിക്കെൻ്റെ ചക്ക വിൽക്കാൻ പറ്റുമോ? എനിക്ക് ആവശ്യമുള്ള മാങ്ങ എനിക്ക് കിട്ടുമോ? ഇല്ല. അപ്പോൾ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ട്, അതായത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സാധനം അവർക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ബാർട്ടർ സിസ്റ്റം നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ നടക്കത്തില്ല. ഡിഫിക്കൽട്ടി ഇൻ മേക്കിംഗ് ഡിഫേർഡ് പേയ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ കൊടുത്ത് അല്ലേ സാധനം വാങ്ങാനോ കടം പറഞ്ഞ് സാധനം വാങ്ങാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഇൻസ്റ്റാൾമെൻറ്റ് പോലെ വാങ്ങാനായിട്ടല്ലേ. എനിക്ക് 2 മാങ്ങ വേണം, ഞാൻ ചക്കയുടെ പകുതി മുറിച്ച് കൊടുക്കുന്നു, കാൽഭാഗം മുറിച്ച് കൊടുക്കുന്നു, അല്ല 5 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറയുന്നു വെച്ചാൽ പറ്റുമോ? ഈ സാധനം ഇരിക്കുമോ? അതുവരെ സൂക്ഷിക്കാൻ പറ്റുമോ? സ്റ്റോർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എന്തിനുണ്ട്? ബാർട്ടർ സമ്പ്രദായത്തിന് ഉണ്ട്. അപ്പോൾ ബാർട്ടർ സമ്പ്രദായം ശരിയല്ല എന്ന് തോന്നിയുകൊണ്ട് ആൾക്കാർ എന്ത് ചെയ്തു? ആൾക്കാർ പുതിയൊരു രീതി കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ പൈസ എന്ന് പറയുന്നൊരു സാധനം ഇവോൾവ് ചെയ്ത് വരുന്നത്. ഈ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ആദ്യകാലങ്ങളിൽ നമ്മൾ ഈ ബാർട്ടർ സമ്പ്രദായത്തിനകത്ത് വിലപിടിപ്പുള്ള വസ്തുക്കളായിട്ടുള്ള നെല്ല്, തേങ്ങ, പച്ചക്കറി, മലക്കറി, അതുപോലെ പശു, ഇതിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ മെറ്റൽസ് കണ്ടുപിടിച്ചു, ഗോൾഡ് പോലെയുള്ള സാധനങ്ങൾ കണ്ടുപിടിച്ചു, അത് വിലയുള്ളതാണെന്ന് മനസ്സിലായി. അപ്പോൾ പകരം നമ്മൾ ഈ ഗോൾഡ് പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൊടുക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഗോൾഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനേക്കാളും കുറച്ചുകൂടി കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് ചെറിയ നാണയങ്ങളാക്കി കൊടുക്കുന്നതായിട്ട് നമുക്ക് നല്ലതായിട്ട് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ രാജാക്കന്മാർ അവരുടെ തലയുടെ പടവും അവരുടെ രാജ്യത്തിൻ്റെ ചിഹ്നമൊക്കെ വെച്ചിട്ടുള്ള മെറ്റൽ കോയിനുകൾ ഇറക്കി. എന്നിട്ട് പറഞ്ഞു ഇതാണ് ഇനി തൊട്ട് അങ്ങോട്ടുള്ള വിനിമയത്തിനുള്ള ഉപാധി എന്ന് പറയുന്നത്. നമ്മൾ തുഗ്ലക്കിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ഹിസ്റ്ററിയിൽ. അപ്പോൾ ഇവരൊക്കെ പലതരം കോയിൻസ് കൊണ്ടുവന്നു. ചിലത് ഫ്ലോപ്പായി പോയി, ചിലത് സക്സസ്ഫുള്ളായി, അങ്ങനത്തെ പരിപാടി നടന്നു. അതും കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പേപ്പർ എന്ന് പറയുന്നൊരു സാധനം കൊണ്ടുവന്നത്, പേപ്പർ കറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കറൻസിക്ക് സ്വന്തമായിട്ടൊരു വിലയില്ലാത്ത സാധനമാണ്. ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, മെറ്റൽ കോയിൻ എന്ന് വെച്ചാൽ മെറ്റലിനൊരു വിലയുണ്ടല്ലോ, പേപ്പർ ബാർട്ടർ സിസ്റ്റത്തിനകത്ത് പ്രോഡക്റ്റിനൊരു വിലയുണ്ടല്ലോ. പക്ഷേ കറൻസി നോട്ടിലോട്ട് വരുമ്പോൾ പ്രത്യേകത എന്താണ്? ഈ നോട്ടിന് സത്യത്തിൽ വിലയില്ല, അത് വെറൊരു പേപ്പർ കഷ്ണമാണ് അല്ലേ. അപ്പോൾ ഒരു രാജ്യത്തെ ഗവൺമെൻറ് അതിന് വില കൽപ്പിച്ചാൽ അത് വിലയാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ 500 രൂപ നോട്ടിൻ്റെ കേസ് ഒരു ദിവസം അതിന് വിലയില്ല എന്നങ്ങ് തീരുമാനിച്ചപ്പോൾ എന്ത് പറ്റി? ആ നോട്ട് യൂസ്ലെസ് ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ സ്വയം വാല്യൂ ഇല്ലാത്ത കറൻസി നോട്ട് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവന്നു. ഈ കറൻസി നോട്ട് കൊണ്ടുവന്നത് അത്യാവശ്യം നല്ലൊരു തീരുമാനമായിരുന്നു. കാരണം ഇത് ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനായി. പിന്നെ കാലം മാറിയപ്പോൾ പുതിയ പുതിയ ടെക്നോളജി വന്നു, ഇൻ്റർനെറ്റ് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിങ്ങിൻ്റെ പുതിയ രീതികളായിട്ടുള്ള ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ് കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന QR കോഡ് വെച്ചിട്ട് അല്ലേ ഫോൺ ഉപയോഗിച്ചിട്ടുള്ള പുതിയ പുതിയ പേയ്മെൻറ്റ് രീതികളൊക്കെ വന്നു. ഇങ്ങനെയാണ് ഈ പറയുന്ന എക്കണോമിക് അല്ലെങ്കിൽ പൈസ എന്ന് പറഞ്ഞ സാധനം എന്ത് ചെയ്തു? ഇവോൾവ് ചെയ്ത് വന്നത്. സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇതിപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടിയില്ല. എന്നാലും കാര്യം മനസ്സിലാക്കിയിരിക്കുക, നമുക്ക് എന്താണ് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. പൈസയെ പറ്റി ഒരു ഐഡിയ ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് ആദ്യകാലങ്ങളിൽ നമ്മൾ മൃഗങ്ങളും അല്ലേ അഗ്രികൾച്ചർ പ്രോഡക്റ്റിന് കാറ്റിൽസിനെയൊക്കെയാണ് പൈസയായിട്ട് യൂസ് ചെയ്തത്. പിന്നീട് നമ്മൾ മെറ്റൽ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഗോൾഡ്, സിൽവർ പോലെയുള്ള പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുക്കൾ എന്ത് ചെയ്യാൻ തുടങ്ങി? പൈസയായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പേപ്പർ കറൻസി യൂസ് ചെയ്തു. ഇതാണ് കോമൺ മീഡിയം എന്ന് പറയുന്നത്. പിന്നെ കാലം മാറിയപ്പോൾ നമ്മൾ പുതിയ പ്ലാസ്റ്റിക് മണി എന്നറിയപ്പെടുന്ന ATM-ഉം ഡിജിറ്റൽ മണി എന്ന് പറയുന്ന ഗൂഗിൾ പേ, ഫോൺ പേ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി? യൂസ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് മാറിയത് എന്താണ്? പൈസയുടെ വരവാണ്. എന്താണ് പൈസയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഒരു കമ്മോഡിറ്റിയുടെ വാല്യൂ എടുക്കാൻ പൈസ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറ്റും അല്ലേ. നമ്മൾ രൂപകൾ നമ്മളങ്ങനെ പൈസകൾ ഓരോ അളവായിട്ട് കൊടുത്തിട്ടുണ്ട്, പല നോട്ടുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സാധനത്തിൻ്റെ വിലയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി കൺവിൻസിംഗ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തീരുമാനിക്കാനായിട്ട് പറ്റും. മാത്രമല്ല ഇവിടെ ഡബിൾ കോയിൻസിഡൻസ് ഓഫ് വാണ്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ഒരു സാധനം വേണ്ടെങ്കിലും ഞാൻ പൈസ ഒരാളിൽ നിന്ന് വാങ്ങാൻ റെഡിയാണ് അല്ലേ. കാരണം എനിക്ക് പൈസ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റും? മറ്റെന്തെങ്കിലും ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറ്റി വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എക്സ്ചേഞ്ചിങ് പോസിബിളാണ് പൈസ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് അല്ലേ. പാർട്ട് പോലെ എന്താണ് ഈ പറയുന്ന ഒരാളെ കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ല, ഈസി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ പൈസ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എല്ലാ എക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു അടിസ്ഥാനമായി. ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെയും എന്താണ് ഈ അവസാനം നമ്മുടെ പകരം കൊടുക്കുന്നത് എന്തായിട്ട് മാറി? പൈസയായിട്ട് മാറി. അപ്പോൾ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പകരം പൈസ കിട്ടുന്നുണ്ട്. പൈസ പല പല ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്.
ആ പൈസയിൽ ഇപ്പോഴത്തെ കാലത്ത് നിൽക്കുന്നത് ഡിജിറ്റൽ മണിയാണ്. അതിന് മുമ്പ് പശുവും ആനിമലും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ചാപ്റ്ററിലോട്ട് വരികയാണ്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നതിലോട്ട് വരാൻ പോവുകയാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ്? ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞതിനകത്ത് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് എന്താ? അത് മനുഷ്യർ തന്നെയാണ് അല്ലേ. ഇപ്പോൾ ലേബർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മനുഷ്യർ വരും. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ നിർമ്മിച്ചതാണ്. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതും ഒരാൾ തന്നെയാണ്. അപ്പോൾ മനുഷ്യരാണ് ഏത് പ്രൊഡക്ഷൻ പ്രോസസ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ മനുഷ്യരെയാണ് നമ്മൾ സത്യത്തിൽ എന്തെന്ന് വിളിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദ പീപ്പിൾ ഹു ക്യാൻ വർക്ക് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ്സ്. ജോലി ചെയ്യാൻ പറ്റുന്ന, പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ എന്ന റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവന്മാരെ നമ്മൾ വിളിക്കത്തില്ല. എന്തെങ്കിലും ഗുണം വേണം അല്ലേ. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നു. അതായത് നമുക്ക് ചുറ്റും അവൈലബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിനെ പ്രോഡക്റ്റാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഫിസിക്കലായോ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റായോ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ പോപ്പുലേഷൻ്റെ കാര്യത്തിൽ എന്താണ്? നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതായത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എന്തുണ്ട്? ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഈ ഹ്യൂമൻ ഒരു ജോലി ചെയ്യുന്നതിനാണ് അയാളുടെ പ്രവർത്തന ശേഷി അല്ലെങ്കിൽ നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ഈച്ച് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഏത് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആയാലും നമുക്കറിയാമല്ലോ, അതിനകത്തെല്ലാം മനുഷ്യരാണ് വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉൽപ്പാദിപ്പിക്കാൻ എന്തെങ്കിലും പ്രോഡക്റ്റോ അതിപ്പോൾ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഇൻ്റലിജൻ്റ് ആയിട്ടോ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരാളുടെ കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഹ്യൂമൻ റിസോഴ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എലമെൻറ്റും എന്ത് തന്നെയാണ്? ഈ പറയുന്ന പ്രൊഡക്ടിവിറ്റിയാണ്. അപ്പോൾ എങ്ങനെ പ്രൊഡക്ടിവിറ്റി നമുക്ക് അളക്കാൻ പറ്റും അല്ലേ? അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ പ്രൊഡക്ടിവിറ്റി വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ കമ്പയർ ചെയ്യാൻ പറ്റും? നോക്കി, ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൈസ്, അതിൻ്റെ കോമ്പോസിഷൻ, അതുപോലെ ആൾക്കാരുടെ സ്കില്ല്, ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ റിസോഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി, നമുക്ക് 2011 കണക്ക് വന്നിട്ടുണ്ട്. ഇതിൽ പ്രായം അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? പോപ്പുലേഷൻ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഏജ് ഗ്രൂപ്പ് ഇൻ ഇയേഴ്സ്. നമുക്ക് കണ്ടാൽ അറിയാം 10 to 14 വയസ്സ് വരെ ഉള്ളവരാണ് നമ്മുടെ ഇന്ത്യയിൽ 2011 കണക്കനുസരിച്ച് ഏറ്റവും എന്തെന്ന് പറയുന്നത്? കൂടുതലെന്ന് പറയുന്നു. ഓക്കെ, ഏജ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതൊരു പോപ്പുലേഷൻ്റെയും പോപ്പുലേഷൻ സ്ട്രക്ചർ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രായത്തിനേക്ക് അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ പറയുന്ന പോപ്പുലേഷനെ ഡിവൈഡ് ചെയ്താൽ അതിനാണ് നമ്മൾ പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറൻറ്റ് ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഏജിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ പോപ്പുലേഷനെ ക്ലാസിഫൈ ചെയ്താൽ അതാണ് പോപ്പുലേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിന് 2 തരത്തിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഒന്ന്, ഈ ഒരു 15 വയസ്സിന് താഴെ ഉള്ളവർ, 15 to 60 വയസ്സ് വരെ ഉള്ളവർ, 60 വയസ്സിന് ശേഷമുള്ളവർ, ഇങ്ങനെ 3 തിരിക്കാൻ പറ്റും. അതിൽ 15 തൊട്ട് 60 വയസ്സിന് ഇടയിൽ വരുന്ന ആൾക്കാർ, ഓക്കെ, 15 വയസ്സിനും അതുപോലെ തന്നെ 60 വയസ്സ് വരെ ഉള്ള ഒരു ആൾക്കാർ. ഇവിടെ 60 വയസ്സ് മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷത്തെ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ലേബർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഒരു രാജ്യത്തിൻ്റെ ലേബർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം നോക്കി, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു 80 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്ത് കൂടുതലെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുമോ? ഇല്ല, ഒരിക്കലും ഇല്ലല്ലേ. കാരണം ഈ 80 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആരോഗ്യമായിട്ട് വീക്കാവും, അസുഖങ്ങളൊക്കെ വരും. അപ്പോൾ അവർക്ക് അധികം പ്രൊഡക്ഷനൊന്നും ചെയ്യാൻ, ജോലിക്ക് പോകാനൊന്നും പറ്റത്തില്ല. ഇനി ചെറിയ പിള്ളേരാണ് ഒരുപാടുള്ളതെങ്കിലോ അവർക്കും പറ്റത്തില്ല. എന്നാൽ ഒരു 15 വയസ്സിന് ശേഷമുള്ള ആൾക്കാരാണ് കൂടുതലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ നിറച്ച് ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും ജോലി ചെയ്യും. ജോലി ചെയ്യുമ്പോൾ അവർക്ക് വരുമാനം കിട്ടും. സത്യത്തിൽ ഈ പറയുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന വരുമാനം തന്നെയല്ലേ ഒരു രാജ്യത്തിൻ്റെ വരുമാനം എന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ കൂടും. നമ്മുടെ പ്രൊഡക്ഷന് GDP എന്ന് പറഞ്ഞാൽ മെൻഷൻ ചെയ്യുന്നു, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ നല്ല പ്രായത്തിലുള്ള ആൾക്കാരാണ് ഒരു രാജ്യത്തുള്ളതെങ്കിൽ അവർ നന്നായിട്ട് ജോലി ചെയ്ത് രാജ്യത്തിൻ്റെ ഇൻകത്തിന് എന്ത് ചെയ്യും? കൂട്ടും. അപ്പോൾ അതിനെയാണ് സിമ്പിളായിട്ട് ലേബർ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. നമുക്ക് ഓക്കെ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ റിപ്പോർട്ട് 2023 അനുസരിച്ച് 15 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ കൂടുതലാണെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്തിന് എന്ത് ചെയ്യും? പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻകവും അതുപോലെ എക്കോണമി എന്ത് ചെയ്യും? ഇത് നല്ല രീതിയിൽ വളർത്തും. അപ്പോൾ ഇനി ഹ്യൂമൻ ക്യാപിറ്റൽ എങ്ങനെയാണ് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുന്നത്? ഓക്കെ, ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഒരു ഡൈനാമിക് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനാണ്. എന്ന് വെച്ചാൽ ഇത് മാറിക്കൊണ്ടിരിക്കും, ഇതിന് ചേഞ്ച് ഉണ്ടാവും. ഓക്കെ, സ്ട്രക്ചർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആലോചിച്ച് നോക്കി, കഴിവുള്ള ആൾക്കാർ, മനുഷ്യരെല്ലാവരും ഒരുപോലെയൊന്നും അല്ലേ. കഴിവുള്ളവരുണ്ട് അല്ലേ. ഇനി കഴിവില്ലെങ്കിൽ ട്രെയിനിങ്ങും സ്കില്ലും അല്ലെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കഴിവ് കണ്ടെത്തി എടുക്കുന്നവരുണ്ട് അല്ലേ. നിങ്ങൾക്കിടയിൽ തന്നെ നല്ല ടാലൻ്റുള്ള പിള്ളേരുണ്ടാവും.
എന്നാൽ ജന്മനാത്ര ടാലൻ്റ് ഇല്ലെങ്കിലും അധ്വാനിച്ച് പഠിച്ച് മുന്നേറുന്ന ആൾക്കാരും ഉണ്ടാവും. കഴിവുണ്ടായിട്ട് ഒരു കഴിവ് ഉപയോഗിക്കാതെ മടിയന്മാരായിട്ടിരിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഡൈനാമിക് എന്നിവിടെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് വേരിയബിളാണ്. അതായത് ഇപ്പോൾ 10 ആൾക്കാർ ഒരു സ്ഥലത്ത് ചെയ്യുന്ന അതേ ജോലി മറ്റൊരു സ്ഥലത്ത് ഇതേപോലെയുള്ളൊരു 10 ആൾക്കാർക്ക് ചിലപ്പം ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ എന്താണ്, അത് ഡിപ്പെൻഡ് ചെയ്യും പല കാര്യങ്ങൾ. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് റിസോഴ്സ് ഉണ്ടെങ്കിലും നമുക്കതിന് ട്രെയിനിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് പറ്റും. എങ്ങനെ പറ്റും? വിദ്യാഭ്യാസം കൊടുക്കുക, നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, ജോലി ചെയ്യാൻ ആരോഗ്യം വേണം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്ന കാര്യത്തിനെ കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് ഇപ്പോൾ പറഞ്ഞ കാര്യമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഭാഗം വരെയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ, കാരണം ഇപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹ്യൂമൻ ക്യാപിറ്റൽ വരുമ്പോൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നുള്ള കാര്യം പഠിക്കും. ഓക്കെ, എക്കണോമിക്സ് ആണ്, ഇതുപോലെ പറഞ്ഞു പോകാനേ നമുക്ക് പറ്റുള്ളൂ. മറ്റേ ജോഗ്രഫിയൊക്കെ പോലെ മാപ്പൊക്കെ വെച്ച് നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. എക്കണോമിക്സ് കുറച്ച് ഇൻട്രസ്റ്റോടെ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ചിലപ്പം കുറച്ച് ഉറക്കം വരുന്നൊരു വിഷയമാണ്. പക്ഷേ ശ്രദ്ധിച്ച് പഠിച്ചാൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൂടെയാണെന്നത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതുവരെ ബൈ.